തങ്ങളുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് ബലാത്സംഗത്തിനിരയായി. പക്ഷേ അതിന്റെ ഭാഗമായി അതിൻ്റെ ഒരു അടയാളം എന്ന പോലെ ഇത്തരത്തിൽ ഗർഭം പേറി ജീവിക്കേണ്ടി വരിക. ഡൽഹി എയിംസ് പറയുന്നത് കുട്ടി ഈ അമ്മയ്ക്ക്, അതായത് അതിജീവിതയായ പെൺകുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അവർ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ ട്രോമയുണ്ട്. അതിനി ബലാത്സംഗത്തിനിരയായവരും ഇതേ ട്രോമ തന്നെയാണ് അനുഭവിക്കുക. അത് അനാവശ്യമായ ഒരു ഗർഭം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കൽ, അതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരാമർശം തന്നെ സമയപരിധി പാടില്ല. അപ്പോൾ ഒരു വർഷത്തിലൊക്കെ 30,000-ത്തിലധികം ബലാത്സംഗ കേസുകളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 24 ആഴ്ച കഴിഞ്ഞാലും ഗർഭചിത്രം അനുവദിക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിപ്ലവകരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. രാജ്യത്ത് നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഗർഭചിത്രത്തിന് സമയപരിധി നിശ്ചയിക്കരുതെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് ഉള്ളതാകണം നിയമങ്ങളെന്നുമാണ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അഖില സൂചിപ്പിച്ചതുപോലെ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്, ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീ, അത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിൻ്റെ ആഘാതം ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്നതാണ് അവർ ഈ ഗർഭിണിയാവുക എന്നുകൂടി ചെയ്യുമ്പോൾ. അപ്പോൾ അവരുടെ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് അത് കാലങ്ങളോളം നിലനിൽക്കും. തങ്ങളുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് ബലാത്സംഗത്തിനിരയായി. പക്ഷേ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു അടയാളം എന്ന പോലെ ഇത്തരത്തിൽ ഗർഭം പേറി ജീവിക്കേണ്ടി വരിക, അതിൽ നിന്നും പിന്നീടൊരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരോടുള്ളൊരു നീതി നിഷേധം തന്നെയാണ്. അതിന് ഈ നിയമം കൂടി തടസ്സമാകുമ്പോൾ തീർച്ചയായും അവർക്ക് ലഭിക്കേണ്ട നീതി കൂടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വളരെ ഒരു മികച്ച, അവരുടെ ആരോഗ്യവും മാനസികാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മികച്ച തീരുമാനം, അതൊരു നിർദ്ദേശം ആയി വേണ്ടേ നമ്മൾ കാണാൻ. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു, കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അത് പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് മായ സൂചിപ്പിച്ച പോലെ തന്നെ ശാരീരികമായി മാനസികമായി തീരെ തകർന്നൊരവസ്ഥയിലായിരിക്കും. ഇപ്പോൾ പരാമർശം ഉണ്ടായതുപോലും 15 വയസ്സായ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. 15 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞാണ്. ഡൽഹി എയിംസ് ആണ് ഇതിന് മറുഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഡൽഹി എയിംസ് പറയുന്നത് കുട്ടി ഈ അമ്മയ്ക്ക്, അതായത് അതിജീവിതയായ പെൺകുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരുപക്ഷെ 24 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊരു ഗർഭചിത്രത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എന്നാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഇത്തരം ഇടപെടലുകൾ വലിയ പങ്ക് നമ്മുടെ കാലത്ത്, അതായത് കഴിഞ്ഞ ഈ ഒരു 2024, 2025, 2026 ഈ 3 വർഷം പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എല്ലാം ചെറിയ കുട്ടികളാണ്. 15 വയസ്സ്, 14 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്തരമുള്ളൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഇടപെടൽ വേണം എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യം പരിഗണിക്കണം, ശാരീരികമായും മാനസികമായുള്ള അവസ്ഥ പരിഗണിക്കണം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഒരു നിയമം എന്നുള്ളതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവരുടെ അവസ്ഥ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ ഈ ഗർഭാവസ്ഥയുടെ കാലയളവനുസരിച്ച് നമ്മുടെ നാട്ടിൽ 3 തരത്തിലാണ് ഈ നിയമങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അതായത് 20 ആഴ്ച വരെയുള്ള ഗർഭത്തിന് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഒരു ആരോഗ്യപരമായ നിർദ്ദേശം അനുസരിച്ച് ഗർഭചിത്രം നടത്താമെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ 20 മുതൽ 24 ആഴ്ച വരെയുള്ളത്, അതായത് പ്രത്യേക സാഹചര്യങ്ങളിലാണ് 20 മുതൽ 24 ആഴ്ച എന്ന് പറയുന്നത്. അത് ബലാത്സംഗം പോലെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർ, ശാരീരികമായി ചില അവശതകളുള്ളവരൊക്കെ ഉണ്ടാകുമല്ലോ, മാനസിക വൈകല്യമുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വിവാഹമോചനം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകളൊക്കെ ആണെങ്കിൽ 2 ഡോക്ടർമാരുടെ അനുമതി വേണം ഗർഭചിത്രം നടത്താൻ എന്നാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചു വന്ന കാര്യത്തിൽ 24 ആഴ്ചയ്ക്ക് ശേഷം, അതായത് ഭ്രൂണത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ വൈകല്യം അങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ടല്ലോ, ഒരു പക്ഷേ അവസാനത്തെ സ്കാനിങ്ങിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ വൈകല്യമുണ്ട് എന്ന് സംസ്ഥാന തലത്തിൽ മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ച് അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ മാത്രമാണ് നിലവിൽ ഇത് അനുവദിക്കുക. പിന്നെ ഒപ്പം അവിവാഹിതരായ സ്ത്രീകൾക്ക് പ്രത്യേക അവകാശങ്ങളുമൊക്കെ നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട്. 2021 ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ MPT ആക്ട്
ആക്ട് ഭേദഗതി ചെയ്തത് 2021 ഈ 2021 ഭേദഗതിക്ക് ശേഷം വിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന അതേ അവകാശം അവിവാഹിതരായ സ്ത്രീകൾക്കും നൽകിയിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് ഗർഭനിരോധന മാർഗ്ഗങ്ങളിലൂടെ ചില ഗർഭനിരോധന മാർഗ്ഗങ്ങളൊക്കെ ഒരു പക്ഷേ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് 20 ആഴ്ച വരെ നിയമപരമായി തന്നെ ഗർഭഛിദ്രം നടത്താം എന്നുള്ളതാണ് നമ്മുടെ നാട് അനുവദിക്കുന്ന നിയമം. അങ്ങനെ നോക്കുമ്പോൾ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങൾക്ക് കുറച്ചുകൂടി, അതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. നമ്മുടെ രാജ്യം ആവശ്യമായ പിന്തുണ ഈ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ നിയമങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ടോ അത് പരിശോധിക്കണമെന്നാണ്. അപ്പോൾ ഡൽഹി എയിംസ് അടക്കമുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ആശുപത്രികൾ ഒരുപക്ഷെ അവരുടെ ഒരു കൗൺസിലൊക്കെ ഉണ്ടാക്കി ഇതിന് ആവശ്യമായ നിയമ സാധുതകളൊക്കെ പരിശോധിച്ച് നിയമ നടപടികളൊക്കെ എടുക്കാൻ കഴിയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പലപ്പോഴും ഈ ഗർഭചിത്രത്തിന് വിസമ്മതം കൊടുക്കുന്നത് ഈ അഖില സൂചിപ്പിച്ചതുപോലെ ഈ ഇരയായ യുവതിക്ക് എന്തെങ്കിലും അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകും, അതൊക്കെ കൊണ്ടാണ് ഈ കാലയളവൊക്കെ നേരത്തെ നിശ്ചയിച്ചത്. 20 മുതൽ 24 ആഴ്ച വരെയൊക്കെ നിശ്ചയിച്ചത്. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ രംഗമൊക്കെ വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും കാണുന്നുണ്ട് പല അവയവ മാറ്റങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ആ രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഈ ഒരു നിയമത്തിൻ്റെ ഒരു തടസ്സം മൂലം അവരുടെ ഒരു അത് ശരിക്കും നമ്മൾ അവരുടെ ജീവിതമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ ശരീരം, അത് ഇനി സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ളത്, അതൊരു മൗലിക അവകാശമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു നിയമ തടസ്സം മൂലം ഇവർക്ക് ഈ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് അത് കാലങ്ങളോളം അതും കൺമുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതി നിഷേധമായിട്ടാണ് തോന്നുന്നത്. ഈ നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ പലതും ഇതിന് ഇരയായിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അവരുടെ കേസുകളാണ് നമ്മൾ കൂടുതലായി ഈ കോടതിയിൽ എത്തിയിട്ട് കാണുന്നത്. അതിലാണ് ഈ 2022 ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ, അത് നേരത്തെ അഖില സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ലിവിങ് ടുഗദറിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഇത്തരത്തിൽ ഗർഭം ധരിക്കുകയാണെങ്കിൽ അവർക്കും ഗർഭചിത്രത്തിനുള്ളൊരു അവകാശം കൊടുത്തത് ഈ 2022 ആ ഒരു സമയത്താണ്. പിന്നെ ഓർമ്മ വരുന്നത് ഹരിയാനയിലുള്ള ഒരു 10 വയസ്സുകാരിയുടെ ഒരു കേസാണ്. ആ കുട്ടി ഈ ഗർഭിണിയാകുന്നത് സ്വന്തം അമ്മാവനിൽ നിന്നാണ്. അപ്പോൾ ആ കുട്ടി ഇതുപോലെ കോടതിയെ സമീപിച്ച സമയത്ത് കോടതി ആ കുട്ടിക്ക് ഗർഭചിത്രത്തിനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമയപരിധി, കോടതി ഇത് കേസെടുക്കാൻ തന്നെ സമയം വൈകി എന്നുള്ളതാണ്, പരിഗണിക്കാൻ തന്നെ സമയം വൈകി. ആ ഒരു കാരണത്താൽ സുപ്രീം കോടതിയുടെ ഒരു രൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ ഗർഭചിത്രത്തിനുള്ള അവസരമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്. പിന്നീട് ഈ കുട്ടി പ്രസവിക്കുകയും ആ കുട്ടിയെ ദത്ത് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അവരനുഭവിക്കുന്ന ആ ഒരു മെൻ്റൽ ട്രോമയുണ്ട്. അതിനി ബലാത്സംഗത്തിനിടയായവരും ഇതേ ട്രോമ തന്നെയാണ് അനുഭവിക്കുക. അതൊരു കുട്ടി കൂടി ജനിച്ചതിന് ശേഷമാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന ശാരീരിക മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇത്രയും 9 മാസം ചുമന്ന് അപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആഴ്ചയുടെ കണക്ക് പറഞ്ഞ് ഈ ഒരു നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ടുപോയി ഇത്തരത്തിലുള്ള നീതി നിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ അതവർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ മാനസിക ആഘാതങ്ങളൊക്കെ ഇത്തരത്തിൽ ഏതായാലും സുപ്രീം കോടതി നിർദ്ദേശം വെക്കുകയാണല്ലോ. അപ്പോൾ അത് കേന്ദ്ര സർക്കാരൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും അപ്പോൾ അവരുടെ ഒരു മുന്നോട്ടുള്ളൊരു ജീവിതത്തിനൊക്കെ ഒരു വലിയ, നമുക്ക് കുറച്ചുകൂടി ആത്മാഭിമാനത്തോടെയും ഒക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഏറെ സഹായകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം വളരെ എത്ര നമ്മൾ പരിഷ്കൃതമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും അത്തരം ബലാത്സംഗം ചെയ്ത അല്ലെങ്കിൽ ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് എപ്പോഴും ക്രൂശിക്കപ്പെടുന്നത്. അത് ബലാത്സംഗം ചെയ്ത ആളുകൾ ഒരു പക്ഷേ ശിക്ഷ കിട്ടാം, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവർ മാന്യന്മാരാണ്. ഈ പെൺകുട്ടികളെല്ലാം ഇപ്പോഴും ക്രൂശിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും നമ്മൾ എത്ര പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്ത് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് ഒരു കുഞ്ഞുകൂടി വരുന്നത്. ആ കുഞ്ഞും സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വലിയ ട്രോമ അനുഭവിക്കേണ്ടി വരും. അമ്മയിൽ നിന്നുണ്ടാകുന്ന ട്രോമ വളരെ കൂടുതലാണ്. അത് ആ ഗർഭാവസ്ഥയിൽ തന്നെ ആ കുട്ടി അനുഭവിച്ചാണ് വരുന്നത്. അതിനുശേഷം പിന്നെ സമൂഹം നൽകുന്ന ഒരു വലിയ ട്രോമ എന്ന് പറയുന്നത് ഒരു ആയുസ്സുകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ നിലവിലെ സാഹചര്യങ്ങളിൽ കഴിയും. ഒരുപക്ഷെ അടുത്ത ഒരു
ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, വീണ്ടും അടുത്ത പാർലമെൻറ്റ് സമ്മേളനമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തത് വരുമ്പോഴെങ്കിലും ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്താനും ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ പഠനമൊക്കെ നടത്തേണ്ടി വരും, കമ്മീഷനൊക്കെ നിശ്ചയിച്ച്. അല്ലാണ്ട് മെഡിക്കൽ ബോർഡൊക്കെ ചേർന്ന് അപ്പം എയിംസിലെ ഡോക്ടർമാരൊക്കെ അടങ്ങുന്ന മികച്ച അങ്ങനെയുള്ള ഒരു കമ്മീഷനൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഒരു തീരുമാനം. ഇപ്പോൾ ഈ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പം നമ്മൾ പറഞ്ഞത് 15 വയസ്സുകാരി, ഈ 15 വയസ്സുകാരിക്ക് യഥാർത്ഥത്തിൽ 30 ആഴ്ചത്തെ ഗർഭമാണ് ഉണ്ടായിരുന്നത്. ഈ കേസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടൊരു നിർദ്ദേശം അല്ലെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതായത് ആ കുട്ടി യഥാർത്ഥത്തിൽ ക്രൂരമായ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയാണ്. അവിടെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുകൾ പരിഗണിക്കാനുള്ള കാലതാമസം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത് പോലീസിനോടും അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വളരെ വേഗം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കണം, അല്ലെങ്കിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പലപ്പോഴും വരും. അതുകൂടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഹരിയാനയിലെ കുട്ടിയുടേതായാലും ഗുജറാത്തിൽ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പരിഗണിക്കാൻ കാലതാമസം നേരിടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗർഭചിത്രത്തിനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരാമർശം തന്നെ സമയപരിധി പാടില്ല. അതായത് ഇങ്ങനെ 30 ആഴ്ച അല്ലെങ്കിൽ 24 ആഴ്ച 25 ആഴ്ച അങ്ങനെ ഒരു സമയപരിധി ഗർഭചിത്രത്തിന് നൽകാനേ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പ്രത്യേകിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു കുട്ടിക്ക് ഗർഭത്തെക്കുറിച്ചൊരു, അതായത് ഈ 15 വയസ്സായ കുട്ടിയെ പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ കുട്ടി യഥാർത്ഥത്തിൽ സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടിയാണ്, പഠിക്കേണ്ട കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രായം പരിഗണിക്കണം, അല്ലെങ്കിൽ ഗർഭത്തെക്കുറിച്ചൊരു ബോധ്യം പോലും വരാനുള്ള പ്രായം ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ആയിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിക്ക് സമയപരിധി ഒരു പക്ഷേ അവർ നിയമവും ആ കുട്ടി അത് മനസ്സിലാക്കി എടുക്കാൻ തന്നെ വരുമ്പോൾ തന്നെ സമയപരിധി കഴിഞ്ഞിരിക്കും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച്. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് എയിംസിലെ ഡോക്ടർമാരുടെ ഒരു ഇത് തള്ളിക്കൊണ്ട് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ചെയ്യാം, ഒരു പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യനില കൂടി പരിഗണിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത ശേഷം വേണമെങ്കിൽ ആകാമെന്ന്. അതായത് അനാവശ്യമായ ഒരു ഗർഭം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കൽ, അതാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ഉണ്ടായത് ഗുജറാത്തിലെ 24 വയസ്സുകാരിയുടെ കേസാണ്. ആ കുട്ടിക്കും ഇത് തന്നെയാണ്, ബലാത്സംഗത്തിനിരയായി ഗർഭചിത്രത്തിന് അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതി അത് തള്ളി, അതാണ് സുപ്രീം കോടതി അതിൽ ഇടപെടുന്നു. അവിടെ പക്ഷേ ജസ്റ്റിസ് BV നാഗരത്ന ഉൾപ്പെടുന്ന ബെഞ്ച് വളരെ രൂക്ഷമായ വിമർശനം യഥാർത്ഥത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിക്കെതിരെ നടത്തുന്നു. സ്വന്തം ശരീരത്തിന്മേൽ തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ആൾക്ക് തന്നെയാണ്, പരമപ്രധാനമായ അവകാശം അവർക്ക് തന്നെയാണ്, മറ്റൊരാൾക്കും അത് പറയാൻ കഴിയില്ല എന്ന് നിരീക്ഷിക്കുന്നു. ഒപ്പം 24 ആഴ്ച പിന്നിട്ടിട്ടും മാനസികാരോഗ്യം പരിഗണിച്ച് ഗർഭചിത്രത്തിന് അനുമതി നൽകാം എന്നുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ അന്ന് 2025 സുപ്രീം കോടതി എടുത്തത്. ഇതേ വിഷയം തന്നെയാണ് 2024 വന്നത്. അതായത് മദർ ഓഫ് എക്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ്. അത് എക്സ് എന്ന് പരിഗണിക്കുന്ന 14 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആ കേസിലെ ഇര. അതുകൊണ്ടാണ് അങ്ങനെ എക്സ് എന്ന് പരിഗണിക്കുന്ന ആ തരത്തിൽ തന്നെ കോടതി പറയുന്നുണ്ട്. അതായത് 24 ആഴ്ചത്തെ ഗർഭം ആ കുട്ടിക്കുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകാൻ കഴിയില്ല. പക്ഷേ ആ കുട്ടിയുടെ അമ്മ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ബോംബെ ഹൈക്കോടതി ഈ സാങ്കേതികത്വം പറഞ്ഞ് ആ കാരണം നിഷേധിക്കുന്നു. പിന്നീട് ആ കുട്ടി അതേ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെത്തുന്നു. അവരുടെ കേസ് അതാണ്, പ്രായപൂർത്തിയാകാത്ത അതിജീവിതയാണല്ലോ, 14 വയസ്സേ ഉള്ളൂ. 24 ആഴ്ചയ്ക്ക് ശേഷവും ഗർഭചിത്രം അനുവദിക്കാത്ത നിലവിലെ നിയമം, അതായത് നമ്മുടെ MTP ആക്ട് അതാണല്ലോ, വിടവുകളെ കുറിച്ച് അപ്പോഴാണ് കോടതി ആദ്യമായി ആശങ്ക പ്രകടിപ്പിക്കുന്നത്. 2021 ഭേദഗതി വരുത്തിയപ്പോൾ കുറേ ഗുണങ്ങൾ ഉണ്ടായി. പക്ഷേ എന്നാലും 2024 ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് കൂടുതൽ ഇത് നമ്മൾ കുറച്ചുകൂടി പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം കോടതിക്ക് വരുന്നത്. അതായത് ബലാത്സംഗ മൂലം ഗർഭിണികളാകുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഒരു സമയപരിധി നിശ്ചയിക്കരുത് എന്നുള്ള കാര്യം അന്നേ ഒരു നിർദ്ദേശമായി കോടതി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി അത് വളരെ വ്യക്തമായി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ആ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞത്. ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരിഗണന ആ വിഷയത്തിൽ കിട്ടാനുള്ള ഒരു സാധ്യത, വിചാരണ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് 2024 ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയത്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ വന്ന കേസുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് കോടതി പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കഴിഞ്ഞ ഒരു കേസ് കൂടി, അതായത് BV നാഗരത്നയും ഒക്കെ പരിഗണിച്ച കേസൊക്കെ യഥാർത്ഥത്തിൽ ഈ 2026 പരിഗണിച്ച കേസിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ അറിയാൻ വേണ്ടി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ ഗർഭമൊക്കെ തിരിച്ചറിയാൻ തന്നെ കുറച്ച് കാലതാമസം എടുക്കും. അതായത് അവരതൊന്ന് ഗർഭിണിയാണെന്ന് അറിയാൻ തന്നെ കുറച്ച് സമയമെടുക്കും. പിന്നെ പലപ്പോഴും ഈ പ്രായപൂർത്തിയായവരാണെങ്കിൽ തന്നെ ഇത് പുറത്ത് പറയാനുള്ളൊരു മടി കാരണം അങ്ങനെയും എടുക്കും. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഈ കോടതിയിലേക്ക് കേസ് എത്തുമ്പോഴാണ് ഇത് ഇത്രയും ആഴ്ചകളൊക്കെ
പിന്നിടുന്നത്. അപ്പോൾ കോടതി ഇത് പരിഗണിക്കാൻ കൂടി കാലതാമസം നേരിടുമ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ഈ 30 ആഴ്ചയും 34 ആഴ്ചയൊക്കെ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. പിന്നെ അഥവാ അത് അങ്ങനെ ഒരു അബോർഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഈ ചെയ്യുന്ന ആൾക്ക് ജീവന് പോലും ഭീഷണി ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് നമ്മളുടെയൊക്കെ ഈ രാജ്യത്ത് ഈ ബലാത്സംഗങ്ങളൊക്കെ ഓരോ കൂടി വരികയാണ്. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 80നും 90നും ഇടയിലാണ് ഒരു ദിവസം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ബലാത്സംഗ കേസുകൾ എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യാത്തത് അതിൽ എത്രയോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അപ്പോൾ ഒരു വർഷത്തിലൊക്കെ 30,000-ലധികം ബലാത്സംഗ കേസുകളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിൽ ഗർഭിണിയാകുന്നത് അതിലും കൂടുതലൊക്കെ ആളുകൾ ഗർഭിണിയാവുകയും ചെയ്യുന്നു. അവർക്കൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ ഈ കേസിന് പോകണമെന്നൊന്നുമില്ല. പലരും ഇതൊക്കെ ഒരു നാണക്കേട് കൊണ്ട് മറച്ചു വെച്ച് ഇനി ഉണ്ടായ ജീവിതം ദുരിതപൂർണമായി അങ്ങനെ അനുഭവിച്ച് തീർക്കാമെന്നൊക്കെ കരുതി ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ കേസുകളുമൊക്കെയായി ഇങ്ങനെ സമീപിക്കുമ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ ഒരു നിയമവശങ്ങളൊക്കെ കൂടുതൽ ലഘൂകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെ ഇനി ഒരു പക്ഷേ കേസിന് പോവാത്തവർക്കാണെങ്കിൽ ഇത് കൂടുതൽ പെട്ടെന്ന് ആശുപത്രികളൊക്കെ സമീപിച്ച് അതൊരു ഗർഭചിത്രത്തിന് അവർക്കൊരു സഹായമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിക്രമങ്ങളെ അതിജീവിച്ചവർക്ക് ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണ്. നിയമത്തിലെ സാങ്കേതികതയ്ക്കപ്പുറം അതിജീവിതർക്ക് മുന്നോട്ട് മനോഹരമായി ജീവിക്കാനും അന്തസ്സോടെ മുന്നോട്ട് പോകാനുമുള്ള പരിരക്ഷയാണ് രാജ്യം നൽകേണ്ടത്. അതിനുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.